കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ. ലിസ്യുവിലെ വിശ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 46ാമത്തെ ദിവസമാണെന്ന്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇന്ന് നമ്മൾ കാണുക, പേരൻറ്റിങ്. പേരൻറ്റിങ്ങിനെ കുറിച്ച് വിശ കൊച്ചുത്രേസ്യയുടെ കാഴ്ചപ്പാടുകൾ. ഈ കാഴ്ചപ്പാടിലേക്ക് നോക്കുമ്പോൾ ഈ മേഖലകളിൽ അവളെ സ്വാധീനിച്ചിട്ടുള്ളവരിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആവിലായിലെ വിശുദ്ധ തെരേസ. അമ്മ ത്രേസ്യയുടെ പരിപോഷിപ്പിക്കുന്ന മനോഭാവവും മറ്റുള്ളവരോടുള്ള സ്നേഹത്തിനും കരുതലിനും നൽകിയ ഊന്നലും ബന്ധങ്ങളെയും രക്ഷാകർത്തത്തെയും കുറിച്ചുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വീക്ഷണങ്ങളെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ്. മാന്യതയും ക്ഷമയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് പ്രത്യേകിച്ച് കുട്ടികളെ പരിപാലിക്കുന്ന കാര്യത്തിൽ കൊച്ചുത്രേസ്യയെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് വചനഭാഗമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 6-ാം വാക്യം. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. കുട്ടികളെ നയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഈ വാക്യം കൊച്ചുത്രേസ്യയുടെ ചിന്തകളിൽ ഏറെ പ്രതിഫലിച്ചിരുന്നു. നാലാമതായിട്ട് പൗലോസ്ലീഹയാണ്. അദ്ദേഹം കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. പിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്, പ്രകോപിപ്പിച്ചാൽ അവർ നിരുന്മേഷരാകും. സ്നേഹത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും സന്തുലനാവസ്ഥയെ ഊന്നിപ്പറയുന്ന ഈ വാക്യത്തെ കൊച്ചുത്രേസ്യ ഏറെ സ്നേഹിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, പേരൻറ്റിങ്ങിനെ കുറിച്ചുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കാഴ്ചപ്പാടുകളെ ഒരു 5 തലങ്ങളായിട്ട് തിരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് ലവ് ആസ് ദ ഫൗണ്ടേഷൻ. സ്നേഹത്തെ ഈ പേരൻറ്റിങ്ങിൻ്റെ അടിത്തറയായിട്ട് കാണുന്നു. രണ്ടാമതായിട്ട് പേഷ്യൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ക്ഷമയും അതുപോലെ തന്നെ മനസ്സിലാക്കലും. മൂന്നാമതായിട്ട് മോഡലിംഗ് ഫെയ്ത്ത്. വിശ്വാസത്തെ ഒരു മാതൃകയായിട്ട് പകർത്തിക്കൊടുക്കൽ. നാലാമതായിട്ട് എൻകറേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട്. നൽകുന്ന സപ്പോർട്ടുകളും അതുപോലെ തന്നെ എൻകറേജ്മെൻറ്റുകളും. അഞ്ചാമതായിട്ട് പ്രെയർ ആൻഡ് സ്പിരിച്വൽ ഗൈഡൻസ്. പ്രാർത്ഥനയും ആത്മീയ പരിപാലനയും. സ്നേഹമുള്ളവരെ, ഈ 5 തലങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ ഒന്ന് വേരോടിക്കാം. ഒന്നാമതായിട്ട് ലവ് ആസ് ദ ഫൗണ്ടേഷൻ. മാതാപിതാക്കളോടുള്ള ദൈവസ്നേഹം മനസ്സിലാക്കാൻ കുട്ടികളെ നയിക്കുന്ന പേരൻറ്റിങ്ങിൻ്റെ അടിസ്ഥാന ശിലയാണ് സ്നേഹമെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ ഊന്നി പറയുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ അവളിങ്ങനെ കുറിക്കുന്നു: നമ്മുടെ മക്കൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം സ്നേഹമാണ്. അവളുടെ ഒരു എഴുത്തിലിങ്ങനെ പറയുന്നു: എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുകയും കുടുംബത്താൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുക എന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എന്നെ പഠിപ്പിച്ചു. അവളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് പറയുക. അവളുടെ കുടുംബത്തിൽ അവർ അനുഭവിച്ച സ്നേഹം, അവളുടെ കുടുംബത്തിൽ അവർക്ക് സ്നേഹിക്കാൻ പറ്റിയ കാര്യങ്ങൾ, ഇതൊക്കെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നയിക്കുവാനായിട്ട് അല്ലെങ്കിൽ എത്തിച്ചേരുവാനായിട്ട് അവളേറെ സഹായിച്ചു എന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. രണ്ടാമതായിട്ട് പേഷ്യൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഓരോ കുട്ടിയും അവരവരുടെ വേഗതയിലാണ് വളരുകയും പഠിക്കുകയും ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കുട്ടികളെ വളർത്തുന്നതിൽ ക്ഷമയ്ക്കും വിവേകത്തിനുമുള്ള പ്രാധാന്യത്തെ അവൾ വിലമതിക്കുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു: നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവരെ നയിക്കുന്നതിൽ ക്ഷമ അത്യാവശ്യമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിൽ ക്ഷമ നൽകുന്ന പ്രാധാന്യം അത് അത്യാവശ്യമായിട്ടാണ് പുണ്യവതി കണക്കാക്കുക. അവളുടെ സഹോദരി സെലിൻ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: ഓരോ കുട്ടിയും അതുല്യമാണ്, നാം അവരെ വിവേകത്തോടെ വളർത്തിയെടുക്കണം. അപ്പോൾ ഓരോ കുട്ടിയും യുണീക്കാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വിവേകത്തോടു കൂടി അവരെ പരിപാലിക്കണമെന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. മൂന്നാമതായിട്ട് മോഡലിംഗ് ഫെയ്ത്ത്.
കുട്ടികൾ മാതൃകകൾ കണ്ടു പഠിക്കുന്നതിനാൽ മാതാപിതാക്കൾ അവരുടെ സ്വന്തം വിശ്വാസത്തെയും സദ്ഗുണങ്ങളെയും കുട്ടികൾക്ക് മാതൃകയാക്കണമെന്ന് കൊച്ചുത്രേസ്യ ഏറെ ചിന്തിച്ചിരുന്നു. അവൾ അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കണം. കുട്ടികൾ കാണുന്നതിലൂടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾ പറയുകയാണ്, നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും കൊണ്ടുവരണം. കാരണം അത് കാണാൻ കുട്ടികൾ ഇടവരും. അങ്ങനെ അവരിത് പഠിച്ചെടുക്കുവാനായിട്ട്, ഈ വിശ്വാസം ദർശിക്കുവാനായിട്ട്, ജീവിതത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് അവരെ സഹായിക്കുമെന്നാണ് പുണ്യവതി പറയുക. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു: മാതാപിതാക്കളുടെ വിശ്വാസത്തിന് കുട്ടികളുടെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ വിത്തുകൾ പാകാനായിട്ട് സാധിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വളർന്നു വരുന്ന വിശ്വാസത്തിൻ്റെ വിത്തുകൾ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ വിശ്വാസമാണ്, അവർ കണ്ടു പഠിക്കുന്നത്. അപ്പോൾ ഒരു പേരൻറ്റിങ്ങിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ വിശ്വാസം പകർന്നു കൊടുക്കുക, അത് മോഡലാക്കി കൊടുക്കുക എന്നുള്ളത്. പിന്നെ 4-ാമത്തെ തലമാണ് എൻകറേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട്. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ആത്മാഭിമാനം വളർത്തുകയും അവരെ ദൈവത്തിലേക്ക് സൗമ്യമായി നയിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം വിശുദ്ധ കൊച്ചുത്രേസ്യ എടുത്തു കാണിക്കുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: പ്രോത്സാഹനം കുട്ടികളെ അവരുടെ തനതായ വഴികളിൽ വളരാൻ സഹായിക്കുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് അത് അവരുടെ യുണീക്നെസ് കാത്തു സൂക്ഷിക്കുവാനായിട്ടും ആ രീതിയിൽ വളർന്നു വരുവാനായിട്ടും അവരെ സഹായിക്കുമെന്നാണ് പറയുക. അവളുടെ ആത്മകഥയിൽ വീണ്ടും കുറിക്കുന്നു: ഒരു സൗമ്യമായ വാക്ക് നക്ഷത്രങ്ങളിലേക്ക് എത്താൻ കുട്ടിയെ പ്രചോദിപ്പിക്കും. അപ്പോൾ ഈ കുട്ടിയെ ഉയരങ്ങളിലേക്ക് പറക്കുവാനായിട്ട് ഒരു സൗമ്യമായ ശാന്തമായ ഒരു വാക്ക് പോലും സഹായിക്കുമെന്നാണ് പുണ്യവതി പറയുക. അപ്പോൾ നമ്മൾ നൽകുന്ന പ്രോത്സാഹനം എത്രമാത്രം കുട്ടികളെ വളർത്തുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. 5-ാമതായിട്ട് പ്രെയർ ആൻഡ് സ്പിരിച്വൽ ഗൈഡൻസ്. കുട്ടികളുടെ വിശ്വാസം വളർത്തിയെടുക്കുന്നതിൽ ആത്മീയ മാർഗനിർദ്ദേശവും കൃപയും അത്യന്താപേക്ഷിതമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പേരൻറ്റിങ്ങിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം വിശുദ്ധ കൊച്ചുത്രേസ്യ ഊന്നി പറയുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: കുട്ടികളെ വിശ്വാസത്തിൽ വളർത്തുന്നതിനുള്ള ശക്തമായ ഉപകരണമാണ് പ്രാർത്ഥന. അവൾ കണക്കാക്കിയെന്ന് നോക്കിയേ, ഈ പ്രാർത്ഥന ശക്തമായ ഒരു ഉപകരണമായിട്ടാണ് അവൾ കണക്കാക്കുക. അത് കുട്ടികളെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കും. അവളുടെ ആത്മകഥയിൽ വീണ്ടും പറയുന്നുണ്ട്: പ്രാർത്ഥനാ നിർഭരമായ ഹൃദയം സ്നേഹനിർഭരമായ ഒരു ഭവനത്തെ വളർത്തുന്നു. അപ്പോൾ കുടുംബത്തിലെ പ്രാർത്ഥനയെ നിറഞ്ഞ ഹൃദയങ്ങൾ, അത് പേരൻറ്റിങ്ങിനെ ഉദ്ദേശിക്കുക, മാതാപിതാക്കളെ ഉദ്ദേശിക്കുക, അത് ആ കുടുംബത്തെ മുഴുവൻ സ്നേഹത്തിൽ വളർത്തിയെടുക്കുവാനായിട്ട് സഹായിക്കുന്നു. സ്നേഹമുള്ളവരെ, പേരൻറ്റിങ്ങിൻ്റെ 5 തലങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടത്. ഇതെങ്ങനെയാണ് ആത്മീയതയെയും മനഃശാസ്ത്ര തലങ്ങളെയും അതുപോലെ സാമൂഹ്യ തലങ്ങളെയും സ്വാധീനിച്ചിട്ടുള്ളതെന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് നോക്കാം. 1-ാമതായിട്ട് ആത്മീയ തലം. പേരൻറ്റിങ്ങിനെ കുറിച്ചുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ധാരണ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വിശ്വാസത്തിൻ്റെയും ആവശ്യകതയെ ഊന്നി പറയുന്നുണ്ട്. കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവസ്നേഹം പ്രതിഫലിപ്പിക്കുവാൻ ഇത് മാതാപിതാക്കളെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്നു. 2-ാമതായിട്ട് മാനസിക തലം. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഉൾക്കാഴ്ചകൾ കുട്ടികളുടെ വികസനത്തിൽ, പ്രത്യേകിച്ച് ആത്മാഭിമാനവും വൈകാരിക ആരോഗ്യവും വളർത്തുന്നതിൽ, ബന്ധങ്ങൾ വളർത്തുന്നതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്ന ആധുനിക മനഃശാസ്ത്രപരമായ സമീപനങ്ങളുമായിട്ട് ഏറെ പൊരുത്തപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് ദർശിക്കാൻ സാധിക്കും. 3-ാമതായിട്ട് സാമൂഹ്യ തലം. കൊച്ചുത്രേസ്യയുടെ സന്ദേശം അനുകമ്പയുള്ള പേരൻറ്റിംഗ് സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും കുട്ടികളെ വളർത്തുന്നതിൽ സ്നേഹത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും പങ്ക് വിലമതിക്കുവാൻ സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, പേരൻറ്റിങ്ങിനെക്കുറിച്ച് ആഴത്തിൽ ദർശിച്ച് നമുക്ക് ഇന്ന് നമ്മോട് തന്നെ ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. 1-ാമതായിട്ട്, കുട്ടികളുമായിട്ടുള്ള സമ്പർക്കത്തിൽ എനിക്ക് എങ്ങനെയാണ് സ്നേഹവും ക്ഷമയും പ്രദർശിപ്പിക്കുവാൻ സാധിക്കുക? 2-ാമതായിട്ട്, യുവതലമുറയ്ക്ക് എൻ്റെ വിശ്വാസത്തെ ഞാൻ ഏത് വിധത്തിലാണ് മാതൃകയാക്കുക? എന്നെ കാണുന്നവരുടെ വിശ്വാസം എന്നിലൂടെ വളർത്തുവാനായിട്ട് എനിക്ക് സാധിക്കുമോ? 3-ാമതായിട്ട്, കുട്ടികളിൽ ആത്മീയ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപോഷണ അന്തരീക്ഷം എനിക്ക് എൻ്റെ ചുറ്റുപാടുകളിൽ എങ്ങനെയാണ് സൃഷ്ടിക്കാനാവുക? പ്രിയമുള്ളവരെ, നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ നിമിഷം നമുക്ക് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം.
ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിരുവനസുള്ള പൂർണ്ണമായ കയ്യാൽപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യായെ ഞങ്ങളെ നീ ദയോടെ തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞി അമലോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നിഷ്ടം നമ്മുടെ എല്ലാ നിയോഗങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്ന കുട്ടികൾ, അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാനായിട്ട് അതിനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് നമുക്ക് യാചിക്കാം. എല്ലാ മാതാപിതാക്കൾക്കും ആ കൃപ ലഭിക്കട്ടെ. ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ ചേർത്ത് പിടിച്ച് ശിരസ്സ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിന്റെ ഇഷ്ടദാസിയായ ലിസിയോയിലെ വിശുദ്ധ ചെറുപുഷ്പത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഏതെല്ലാം വിധത്തിലാണ് നിന്റെ ഉൾക്കാഴ്ചകൾ അവർ ഹൃദയത്തിലേക്ക് കോരിയെടുത്തിരിക്കുക. മക്കൾ വളർത്തുന്നതിൽ മാതാപിതാക്കളുടെ പങ്കിനെക്കുറിച്ച് അവൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഞങ്ങളെ ഏറെ ആകർഷിച്ചിരിക്കുകയാണ്. നല്ലവനായ കർത്താവേ, എല്ലാ രക്ഷകർത്താക്കളെയും അനുഗ്രഹിക്കണമേ എന്ന്, അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തുവാൻ അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ലിസിയോയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുറാണി, ഞങ്ങൾ കാണുന്ന കുഞ്ഞുങ്ങളിലെല്ലാം ഈശോയുടെ സ്നേഹത്തെ പങ്കുവയ്ക്കുവാനായിട്ട്, ദൈവത്തിലുള്ള വിശ്വാസത്തെ മാതൃകയാക്കി കൊടുക്കുവാനായിട്ട്, എല്ലാ കുഞ്ഞുങ്ങളെയും ഏറ്റവും നല്ല രീതിയിൽ വളർത്തുവാനായിട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളും ഈശോയുടെ നാമത്തെ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പുണ്യവതി അവർക്ക് വേണ്ടി നീ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗത്തിലെ ഈശോദ